നമസ്കാരം. ഞാൻ മകേഷ് വടക്കഞ്ചേരിയാണ്. ഞാനേ ഈ വടക്കഞ്ചേരിയുടെ ഹൃദയഭാഗത്ത് 25 വർഷമായിട്ട് ഒരച്ഛൻ, കുട്ടൻ എന്ന് പറയുന്ന 85 വയസ്സുള്ള ഒരച്ഛൻ അനാഥയായിട്ട് കിടക്കുക. 4 മക്കളുണ്ടായിരുന്നു. 2 മക്കളും മരിച്ചുപോയി, ഭാര്യയുണ്ട്. ഇവരാരും 25 വർഷമായി നോക്കാണ്ട് താടിയും ദീശയൊക്കെ ജട പിടിച്ച് വളരെ പണിയെടുക്കാൻ ഒന്നും പറയണം, വളരെ കഷ്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ. ഈ അവസ്ഥ എൻ്റെ കണ്ണിൽ ദൃഷ്ടിയിൽപ്പെട്ടു. ഇവിടെ വടക്കഞ്ചേരിയിൽ നിരവധി ഇതുപോലെ അലഞ്ഞു തിരിഞ്ഞ് നടന്നവരാ അഭയം കൊടുത്ത ഒരു സ്ഥാപനമാണ് വടക്കഞ്ചേരി സ്നേഹാലയം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അഭയകേന്ദ്രമായ ജീവകാരുണ്യ പ്രവർത്തനമായ, അതായത് നമ്മുടെ സ്നേഹഭവനം എന്ന വൃദ്ധസദനത്തിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഖവിവരങ്ങളും അദ്ദേഹം എന്താണ് ഇവിടെ പെട്ടത്, എത്ര വർഷമായി എന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. പ്രേക്ഷകരെ, അച്ഛാ എനിക്ക് അച്ഛൻ എത്ര വയസ്സായി? ഇപ്പൊ എത്ര വയസ്സായി അച്ഛന്? 85 വയസ്സായി. പേരെന്താ? എന്റെ പേര് കൂട്ടൻ. വീട്ടിൽ ആരൊക്കെ ഉണ്ട് അച്ഛന്? വീട്ടില് 2 ആമ്പിള്ളേരുണ്ട്. അതില് ഒരാൾ മരണപ്പെട്ടു പോയി. ഇനി ഒരു പെണ്ണും ഒരാണും ഉണ്ട്. അവരാരും അച്ഛൻ അന്വേഷിച്ച് വരികയൊന്നുമില്ല. ഇപ്പൊ എത്ര വർഷം അവരെ വിട്ട് അച്ഛൻ വിട്ട് മാറിയിട്ട്? ഒരാണും ഒരു പെണ്ണും ഉണ്ട്. ഇപ്പൊ എത്ര വർഷമായി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്? ഇവിടെ ആരും വരില്ല. അല്ല, ഇവിടെ അച്ഛൻ കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര? 20 വർഷമായ ഒറ്റപ്പെട്ട് ഇവിടെ വന്നിട്ടല്ലേ? 20-25 വർഷങ്ങളായി അച്ഛൻ ഒറ്റപ്പെട്ട് കിടന്നിട്ടല്ലേ? അപ്പൊ ഇനി അച്ഛൻ അനാഥ മന്ദിരത്തിൽ പോയി ഞങ്ങൾ നോക്കാം. അച്ഛൻ ഒരിക്കലും പെരുവഴിയിലൊന്നും കിടക്കേണ്ട കേട്ടാ. അച്ഛന് എല്ലാ സഹായവും ചികിത്സയും എല്ലാം ഞങ്ങൾ തരാം. ഓക്കെ, പോവാം, നമുക്ക് എടുക്ക, ഇതെല്ലാം എടുക്കാം, എല്ലാം ഞങ്ങൾ ചെയ്തു തരാം കേട്ടോ. ബാഗ് എടുത്തോ, ബാഗ് എടുത്തോ. ഒന്നും വേണ്ട കേട്ടാ, കുപ്പിയും വെള്ളം ഒന്നും വേണ്ടേ. നടന്നോ, ഒന്നും വേണ്ട. അതൊക്കെ അമ്പലങ്ങളിലും പണിയെടുത്ത് അമ്പലങ്ങളിലും കടത്തിണ്ണയിലും ഉറങ്ങി 25 വർഷം കഴിച്ചു കൂട്ടിയ അച്ഛനാണ്. വിറക് പണിയെടുത്താണ് എല്ലാവർക്കും വിറക് കയറി കൊടുത്ത് ജീവിച്ചത്. ഇപ്പൊ ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ട് ആൾക്ക് ഒന്നും പറ്റാത്ത അവസ്ഥയായി. ഇനി നമ്മളെ പോലുള്ളവർ വേണം അദ്ദേഹത്തെ സംരക്ഷിക്കാൻ. ഒരു കടത്തിണ്ണയിൽ ഒരാൾ കിടക്കുന്നു എന്ന് വിചാരിച്ചിട്ട് കഷ്ടം പാപം തോന്നിയിട്ട് കാര്യമില്ല. അദ്ദേഹത്തിനെ സംരക്ഷിക്കാനുള്ള മനസ്സ് നമ്മളെ പോലുള്ളവർ ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ അനാഥാലയത്തിലേക്ക് കൊണ്ടുപോകാം. ആരും ദോഷമൊന്നും ഇല്ല, അല്ലാതെ എനിക്കറിയാം. അച്ഛൻ നടക്കും, ആരുമില്ലല്ലോ. അതെ, വരും. അപ്പൊ ഈ സമയമായ എവിടെയെങ്കിലും പോയി കിടക്കും. അതെ, ശരിയല്ലല്ലോ. അതെ, എവിടെയെങ്കിലും പോയി കിടക്കുന്നത് അത്ര ശരിയല്ലല്ലോ. അതിന് അതെ, എവിടെയെങ്കിലും നീ കിട്ടിയ നമുക്ക് അവിടെ സമാധാനമായിരിക്കാം. അത്രേ ഉള്ളൂ. ഒരു മനുഷ്യന്റെ ആവശ്യം അത് തന്നെയാണ്. പണോ സ്വത്തോ ഒന്നുമല്ല നമ്മുടെ ആവശ്യം. ഞാൻ അതിന്റെ ഫാമിലിയോട് പറഞ്ഞു കാര്യമില്ല. അതെ, അല്ല, അച്ഛനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇനി ഇവിടെ നടന്നിട്ട് ഇവർക്ക് വരാതെ നോക്കാം. ധൈര്യമായിട്ട് കേട്ടാ. വണ്ടി അതെ, അതാണ് വണ്ടി. അതെ, അച്ഛനൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരു ടാറ്റ പറയും, തിരിഞ്ഞൊരു ടാറ്റ പറയും എല്ലാവർക്കും. ഇവർക്ക് ടാറ്റ പറയും, ഇവർക്ക് ടാറ്റ പറയും. പ്രേക്ഷകരെ, നമ്മുടെ അച്ഛൻ ഇന്ന് വളരെ സുന്ദര കുട്ടപ്പനായി നേരെ നിൽക്കും. സുന്ദര കുട്ടപ്പനായി നിൽക്കുകയാണ്, കുളിച്ച് താടി മുടിയൊക്കെ എടുത്ത്. ഇനി നമ്മുടെ അച്ഛൻ എന്താ പറയാം എന്നുള്ളത് നമുക്ക് നോക്കാം. അച്ഛൻ എന്താ പറയാനുള്ളത്? ഒന്നും പറയാനൊന്നുമില്ല.
അനാദിയായി ഇരുന്നത് കൊണ്ട് അച്ഛൻ മക്കളെ കൂട്ടിക്കൊണ്ട് വന്ന് സന്തോഷമായി ചെയ്തത് കൊണ്ട് തൃപ്തിയാണ്. ആ. ഇതിപ്പോ ഇപ്പോഴത്തെ കണക്ക് പറയുകയാണെങ്കിൽ മൊത്തം മകള് സ്കൂളിൽ പോയ ഭാരമായി. ആയി കറക്റ്റ്. മക്കള് സ്കൂളിൽ പോയ പോലെ ആയി. അച്ഛൻ ഇന്ന് ചെറുപ്പക്കാരനായി, സന്തോഷമായി. സന്തോഷമായി. എന്താ വേണം പ്രേക്ഷകരെ? ഇതുപോലെ എന്റെ അച്ഛനെ കണ്ടുപിടിക്കുക. ഇങ്ങനെയുള്ള ഏതെങ്കിലും അനാഥര് നമ്മുടെ ഈ കേരളത്തിൽ വിവിധ ഭാഗത്തുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചറിയിക്കാൻ മറക്കണ്ട. അതെ, ഇത്രയും വയസ്സ് അലഞ്ഞു തിരിഞ്ഞു നിന്നതിനെ ഇപ്പൊ ഇതൊരു സൗകര്യം വന്ന സന്തോഷമായി. പോരെ, അടുത്ത ഞങ്ങൾ അനാഥ മന്ദിരത്തിൽ പോയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു. നമസ്കാരം പ്രേക്ഷകരെ. 85 വയസ്സുള്ള കുട്ടനെന്ന ഒരു വഴിയിൽ കിടന്ന് 25 വർഷം ആരും കാണാണ്ടായിപ്പോയ ആ മഹാനായ ആ അച്ഛനെ ഇന്ന് നമ്മുടെ സ്നേഹഭവനത്തിൽ എത്തിച്ചിരിക്കുകയാണ്. ഇനി അച്ഛൻ്റെ ആയുസ്സുകാലം വരെയും ഞങ്ങളുടെ സംരക്ഷണത്തോടു കൂടി അച്ഛൻ ആരുമില്ല എന്നുള്ള ആ ഇത് മാറി പിന്നെ ഞങ്ങളൊക്കെ അച്ഛനുണ്ടെന്ന് ഞങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ഇത്തരത്തിൽ ഒറ്റപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ സ്ഥാപനത്തിലേക്ക് വിളിച്ചറിയിക്കാൻ നിങ്ങളാരും മറക്കരുതും. ആരും കണ്ടിട്ട് കണ്ടില്ല എന്നുള്ള ഭാവനയിൽ നടക്കരുതും. മനുഷ്യരാണ്, അവരെ നമ്മൾ കണ്ടിട്ട് കാണാത്ത പുറത്ത് പോകരുതും. നമ്മൾ അവരെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അവരെത്തിക്കേണ്ടടുത്ത് എത്തിക്കാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കുമെന്നുള്ള ഏക പ്രതീക്ഷയോടുകൂടി ഞങ്ങളുടെ ഈ വീഡിയോസ്, ഈ യൂട്യൂബ് ചാനൽ എല്ലാ പ്രേക്ഷകരും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് ഒരു ബട്ടൺ അമർത്തി നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഈ സ്ഥാപനത്തെ നിങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം പ്രേക്ഷകർ.